ഈ ചരിത്ര സമരത്തിൽ അണിനിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്ത്. ഷാഫി പറമ്പിൽ MP നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഷാഫി പറമ്പിൽ, ഇതൊരു ചരിത്ര നിമിഷമാണ്, ഇത് വിപ്ലവമാണ്. ആ വിപ്ലവത്തിന് മുന്നിൽ ധർമ്മേന്ദ്ര പ്രധാനും കേന്ദ്ര സർക്കാരിനും BJPക്കും മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. അങ്ങത് നേരിട്ട് കാണുകയും അതിൽ പങ്കെടുത്ത ഒരാൾ കൂടിയാണ്. പ്രതിപക്ഷത്തിന്റെ വിജയം കൂടിയായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കേണ്ടത് എന്ന് തോന്നുന്നു ഈ സമയം. രാജ്യത്തിന്റെ വിജയം തന്നെയായി ഇതിനെ പറയണം, കണക്കാക്കണം. ഇത് ഇന്ത്യയുടെ വിജയമാണ്, ഇന്ത്യയുടെ ജനാധിപത്യ അവകാശങ്ങളുടെ വിജയമാണ്, യുവതയുടെ വിജയമാണ്, പോരാട്ടത്തിന്റെ വിജയമാണ്, പ്രതിപക്ഷത്തിന്റെ വിജയമാണ്, ഡിസന്റിന്റെ വിജയമാണ്. ഞാൻ പറഞ്ഞു, ഇതിന് 2 വാചകത്തിൽ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും ഇന്ത്യ ജയിച്ചു, മോദി ഭരണകൂടം തോറ്റു എന്ന് ഞാൻ പറയും. കാര്യം ഈ രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ജനതയും ആ കുട്ടികൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളെ അതിനിശിതമായി വിമർശിച്ചു. അവരൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതല്ല എന്നുള്ള ഒരു ഹുങ്കിൽ അവരെ ക്രൂരമായി തല്ലിച്ചതച്ച് 20 കുട്ടികളുടെ ജീവൻ വെടിഞ്ഞിട്ട് ഒരു തരി പോലും റിഗ്രറ്റ് ഇല്ലാതെ അതിനേക്കാളെല്ലാം പ്രധാനാണ് എന്ന് കരുതിപ്പോയവരെ ഇവിടുത്തെ യുവത, ഇവിടുത്തെ വിദ്യാർത്ഥികൾ തിരുത്തിയിരിക്കുകയാണ്. അവർ നൽകുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് എന്താ? അധികാരത്തിലിരിക്കുന്നവരുടെ ശക്തിയേക്കാൾ വലുതാണ് ജനങ്ങളുടെ ശക്തി എന്ന് ഈ ഭരണകൂടത്തെ അവർ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. എതിർ ശബ്ദങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാൻ അധികാരത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും സാധ്യമായ എല്ലാ രീതിയിലും ഉപയോഗിച്ചിട്ട്, ഇന്റർനെറ്റ് പോലും കട്ട് ചെയ്തിട്ട്, മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിട്ട്, ലാത്തിയും ടിയർ ഗ്യാസും പെല്ലറ്റുകളും ഉപയോഗിച്ച് അവർക്കെതിരെ വലിയ രീതിയിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ആരോപിച്ച്